അഴിമതി മണക്കുന്ന ബ്രൂവറി കഥ. 2011 മുതൽ ഇങ്ങോട്ട് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, UDF ഗവൺമെൻറ് എടുത്തിരുന്ന മദ്യ നയം എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായി മദ്യം ഉൽപാദനവും വിൽപ്പനയും കുറച്ചു കൊണ്ടുവരിക, അവസാനം മദ്യനിരോധനം ഏർപ്പെടുത്തുക എന്നതായിരുന്നു. അത് തന്നെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ കാണിച്ചുകൊണ്ടാണ് LDF ഗവൺമെൻറ് 2016 ഭരണത്തിൽ വരുന്നത്. അങ്ങനെ ഭരണത്തിൽ വന്നതിന് ശേഷം വലിയ മാറ്റമാണ് മദ്യ നയത്തിൽ സർക്കാർ ഫോളോ ചെയ്തത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. കാരണം 2016 ആകെ ഉണ്ടായിരുന്ന മദ്യഷാപ്പുകളുടെ എണ്ണം, അതായത് രജിസ്റ്റേർഡ് മദ്യഷാപ്പുകളുടെ എണ്ണം 306 മാത്രമായിരുന്നു. അതാണ് 1075 വർദ്ധിക്കുന്നത് 2022 ആകുമ്പോഴത്തേക്ക്. 2022 ശേഷമുള്ള കണക്കുകൾ നോക്കിയിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ വീണ്ടും കൂടുതൽ ഉണ്ടായിട്ടുണ്ടാകാം ഔട്ട്ലെറ്റുകൾ. അപ്പോൾ എന്താണ് സർക്കാരിൻ്റെ, അതായത് LDF സർക്കാരും ഭരണത്തിൽ വരുന്ന 2016 ഭരണത്തിൽ വരുന്നത് ഘട്ടം ഘട്ടമായി മദ്യനിരോധനം ഏർപ്പെടുത്തും, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ഉപയോഗം ക്രമമായി കുറച്ചു കൊണ്ടുവരും, അങ്ങനെയുള്ള ഒരു സന്ദേശം ജനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് ഭരണത്തിൽ വരുന്നത്. അപ്പം സാധാരണ രീതിയിൽ മദ്യപന്മാരുടെ ഭാര്യമാരുടെ വോട്ടുകളൊക്കെ കിട്ടാൻ എളുപ്പമുണ്ട്. കേരളത്തിലെ പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ 52% സ്ത്രീകളാണ്, 48% പുരുഷന്മാർ. അപ്പോൾ സ്ത്രീകളുടെ വോട്ട് എങ്ങനെ നേടാൻ കഴിയും എന്ന് ഓരോ ഗവൺമെൻറ്റും ശ്രദ്ധിക്കും. ആ ശ്രദ്ധയുടെ ഫലമായിട്ട് കൂടെയാണ് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മദ്യപാനം കുറച്ചു കൊണ്ടുവരും, ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞ് വോട്ട് മേടിച്ചത്. ആ ഗവൺമെൻറ്റാണ് 2016 ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്ന 306 നിന്ന് 1075 അത് വർദ്ധിപ്പിച്ചത്. 2016 മുതൽ 6 വർഷക്കാലം കൊണ്ടാണ് ഇത്ര വലിയ വർധനവുണ്ടായത് എന്നോർക്കണം. ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴിതാ നാം പെട്ടെന്ന് കേൾക്കുന്നു, എലപ്പുള്ളി പഞ്ചായത്തിൽ, പാലക്കാട് ജില്ലയിൽ എലപ്പുള്ളി പഞ്ചായത്തിൽ ഒരു ബ്രൂവറി വരാൻ പോകുന്നു, ഒയാസിസിൻ്റെ. ആരാണ് ഈ ഒയാസിസ് എന്ന് നമ്മൾ ഓർക്കണം. അതായത് AAP നേതാവായിരുന്ന കേജ്രിവാളിനെയും മറ്റുമൊക്കെ മദ്യ അഴിമതി കേസിൽ കുരുക്കിലാക്കുകയും ജയിലിൽ കൊണ്ടുപോവുകയും ചെയ്ത ഒരു അഴിമതി വീര കമ്പനിയാണ് ഈ പറയപ്പെട്ട ഒയാസിസ് കമ്പനി. ഏതായാലും കമ്പനി അറിയാതെ അതിനകത്ത് അതുമായിട്ട് ഡീൽ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന മേഖലയിലുള്ളവർക്ക് അഴിമതി ആകാൻ ഒക്കില്ല. അപ്പോൾ കമ്പനിയും കൂടി അതിൽ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു കമ്പനിയെ പറ്റിയാണ് ഈ തരത്തിലുള്ള ഒരു ബ്രൂവറി കമ്പനി എലപ്പുള്ളിയിൽ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്നോ ഇന്നലെയോ എടുത്ത തീരുമാനമല്ല. ബൈ ഇലക്ഷന് മുൻപ് തന്നെ ഈ ബ്രൂവറി ഇവിടുത്തെ ഗവൺമെൻറ്റിനെ കാണുകയും ഗവൺമെൻറ്റുമായിട്ട് കരാറിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നിരിക്കണം. പക്ഷേ ഇലക്ഷന് ശേഷമാണ് അതിൻ്റെ പേപ്പറുകൾ നീങ്ങിയതും മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തുന്നതും. അതിനു മുൻപ് തന്നെ അറിഞ്ഞിരിക്കണം മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ഒക്കെ. പഞ്ചായത്ത് അറിഞ്ഞില്ല. അവിടെയാണ് ഇതിൻ്റെ അത്ഭുതം നിലകൊള്ളുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് എന്തൊക്കെയോ ആകട്ടെ. കാരണം നമുക്കറിയാം, ഇപ്പോഴുള്ള ഗവൺമെൻറ്റുകൾ ആരും തന്നെ എലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട് ദത്തശ്രദ്ധരൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ നടപ്പിലാക്കി എന്ന് വരുത്തി മുഖം രക്ഷിച്ച് മുന്നോട്ട് പോവുക. അത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനാണെങ്കിൽ നമുക്കറിയാം, മുഖം രക്ഷിക്കാനല്ല, മുഖം മിനുക്കാൻ വേണ്ടി, അങ്ങനെ വീണ്ടും 3ാം വട്ടം ഭരണത്തിൽ വരാൻ വേണ്ടി എന്തു തത്രപ്പാടിലാണ്. എത്രയെത്ര ഏജൻസികൾക്കാണ് കോടിക്കണക്കിന് രൂപ കൈമാറ്റം ചെയ്തുകൊണ്ട് ഏജൻസികളെ കൊണ്ട് മുഖം മിനുക്കൽ പരിപാടിയുമായിട്ട്, പരസ്യ പരിപാടികളുമായിട്ട് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇതുപോലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ എലപ്പുള്ളി പഞ്ചായത്തിൽ ഒരു ബ്രൂവറി യൂണിറ്റ് വരാൻ പോകുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ അത്ഭുതം കൂറി ഓർത്തു പോകുന്നത്. അതായത് ഈ പഞ്ചായത്ത് അറിഞ്ഞില്ലത്രേ ഇങ്ങനെ ഒരു സാധനം വരുന്നു എന്നുള്ള കാര്യം. പഞ്ചായത്ത് അറിയുന്നില്ല, മാധ്യമങ്ങൾ വഴിയാണ് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഇത് വരുന്നത്. അപ്പോൾ ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എന്നാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നത് എന്ന് വിദ്യാഭ്യാസത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിൽ
ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങൾക്ക് തീർച്ചയായും അറിയാമായിരിക്കണം. 1992 ഭരണഘടനയുടെ 73 ഭേദഗതി നമ്മളിൽ ഒരുപാട് പേരും അത് മറന്നിട്ടില്ല. ആ 73 ഭേദഗതി പ്രകാരം നിലവിൽ വന്നവയാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഈ തദ്ദേശ ആ വാക്ക് അടിവരയിട്ട് വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണ്? ഈ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഒരു സ്വയംഭരണ സ്ഥാപനമാണ്, സംസ്ഥാന ഗവൺമെന്റ് അതിൻ്റെ താഴെ തന്നെ സ്വയംഭരണ സ്ഥാപനമാണ്. എപ്പോഴും നമുക്ക് അറിയാം, കേന്ദ്രം അത് തരുന്നില്ല, ഇത് തരുന്നില്ല, അത് മുടക്കുന്നു, ഇത് മുടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രവുമായിട്ട് എപ്പോഴും യുദ്ധത്തിലാണ് സംസ്ഥാന ഗവൺമെന്റുകൾ. സംസ്ഥാന ഗവൺമെന്റുകളും സ്വയം ഭരണ അധികാരമുള്ള ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ സ്വയം ഭരണാധികാരമുള്ളവയാണ് തദ്ദേശ സ്വയംഭരണ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വയംഭരണ എന്നുള്ളതിൻ്റെ അടിയിലൊന്ന് ഒരു വരയിടണമെന്ന്. അങ്ങനെ സ്വയംഭരണ സ്ഥാപനം, അതായത് കേന്ദ്രം കുറച്ചും കൂടി വിസ്തൃതമാണ്, സംസ്ഥാനം കുറച്ചും കൂടി ചെറുതാണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പിന്നെയും കുറച്ചും കൂടി ചെറുതാണ്. അത് മാത്രമാണ് ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം. മൂന്നും അതേ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഈ പറയപ്പെട്ട ഈ സ്വയംഭരണ സ്ഥാപനമായ ഒരു പഞ്ചായത്തില് എന്തു വരുന്നു എന്തു വരുന്നില്ല ഈ കാര്യം തീരുമാനിക്കേണ്ടത് ആദ്യമായിട്ട് ആ പഞ്ചായത്താണ്, പഞ്ചായത്തിന്റെ അധികാരികളാണ്. അവരുടെ അനുവാദം കൂടാതെ അവിടെ നിന്ന് ഒരു നുള്ളു മണ്ണ് എടുത്തുകൊണ്ടു പോകാനോ ഒരു നുള്ളു മണ്ണ് അധികം കൊണ്ടുവന്നിടാനോ മറ്റൊരു സൂപ്പർ പവറിനോ, അതായത് സംസ്ഥാന ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ കേന്ദ്ര ഭരണാധികാരികൾക്കോ അവകാശമില്ല. എന്നിരിക്കെ ഇവർക്ക് കോടതിയിൽ പോകാവുന്നതാണ് ഈ കാരണത്തിന്റെ പേരിൽ തന്നെ. എന്നിരിക്കെയാണ് അത് ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. നിലം നികത്താനുള്ള അനുവാദം ചോദിച്ചിട്ട് പോലും ഇല്ലെന്നാണ് പഞ്ചായത്ത് പറയുന്നത്. അതായത് ഇത് വയലേലകളായിട്ടുള്ള സ്ഥലമാണ് ഈ ഏറ്റെടുത്തിട്ടിരിക്കുന്ന ഭൂമി. ഏറ്റെടുത്തത് എന്ത് പറഞ്ഞാണ്? അവിടെ ഒരു കോളേജ് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് 2 വർഷം മുൻപ് എലപ്പുള്ളി പഞ്ചായത്തിൽ ഭൂമി ഏറ്റെടുത്തത്. അതായത് എലപ്പുള്ളി പഞ്ചായത്ത് അതുപോലെ തന്നെ പ്ലാച്ചിമട സ്ഥിതി ചെയ്തിരുന്ന, അതായത് എൻ്റെ ഗവേഷണ അന്വേഷണത്തിന് വേണ്ടി ഞാൻ പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖല വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിസിറ്റ് ചെയ്ത സമയത്ത് പെരുമാട്ടി പഞ്ചായത്ത്, അവിടെയാണല്ലോ ചരിത്ര പ്രസിദ്ധമായ പ്ലാച്ചിമട സമരമൊക്കെ നടന്നത്. പെരുമാട്ടി കാർഷിക മേഖല അതുപോലെ എലപ്പുള്ളി കാർഷിക മേഖലയൊക്കെ സന്ദർശിച്ച് ഡേറ്റ കളക്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം അവിടെ അന്ന് തന്നെ, അതായത് 1996 ഞാൻ ഡേറ്റ കളക്ഷന് പോകുന്ന സമയത്ത് തന്നെ അവിടെ കർഷകർ 2ാം കൃഷിക്ക് ജലദൗർലഭ്യമുള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ കൺസംഷനുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ കളക്ട് ചെയ്യാനാണ് പോയത്. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപഭോഗം നടത്തണമെങ്കിൽ, അതായത് കൃഷിയിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ധാരാളം ജലലഭ്യത ആവശ്യമാണ്. അങ്ങനെ ആ കോണ്ടെക്സ്റ്റിലാണ് ജലലഭ്യതയുടെ കുറവ് കാരണം കൊണ്ട് 2ാം കൃഷിക്ക് വേണ്ടത്ര കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ വിളവിൽ കുറവുണ്ടാകാറുണ്ടെന്നും അവിടുത്തെ കർഷകർ എന്നോട് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെയുള്ള എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ, അതായത് അന്നേ 2ാം കൃഷിക്ക് ജലദൗർലഭ്യമുള്ള എലപ്പുള്ളി അതുപോലത്തെ പെരുമാട്ടി പോലെയുള്ള വില്ലേജുകൾ എന്ന് വെച്ചാൽ മലമ്പുഴ ഡാമിൽ നിന്ന് ജലം സ്വീകരിച്ച് കൃഷി നടത്തുന്ന പ്രദേശങ്ങളാണ് ഈ പെട്ട പ്രദേശങ്ങളൊക്കെ. അപ്പൊ ഇനി ഈ മലമ്പുഴ ഡാമിനെ പറ്റി തന്നെ പുതുതായി വന്നിരിക്കുന്ന പഠനം എന്താണ്? വലിയ തോതിൽ അടിത്തട്ടിൽ ചെളി നിറഞ്ഞതുകൊണ്ട് ജലസംഭരണ ശേഷി കുറഞ്ഞു പോയിരിക്കുന്നു. നമ്മുടെ ഗവൺമെന്റുകളുടെ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അവര് പ്രോമിസ് ചെയ്യുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറെ തരത്തില്. അതായത് ജലം കൊടുക്കാം, എല്ലാ തരത്തിലും ജലസമ്പുഷ്ടമാക്കാം എന്ന് പറഞ്ഞ് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൻ്റെ അടിത്തട്ടിൽ അടിയുന്ന മണ്ണ്, ഏത് ഡാമിൻ്റെ ആണെങ്കിലും ജലസംഭരണികളുടെ അടിത്തട്ട് ക്ലിയർ ആക്കണം. ക്ലിയർ ആക്കിയില്ലെങ്കിൽ ജലസംഭരണ ശേഷി കുറഞ്ഞു പോകും. അത് എന്ത് പർപ്പസിന് വേണ്ടിയാണോ ഡാം നിർമ്മിച്ചത് ആ പർപ്പസ് നിർവഹിക്കപ്പെടാതെ പോകും എന്ന കാര്യം ആരാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ആ പഞ്ചായത്ത് പോലും അറിയാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ അത്യാവശ്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എക്സൈസ് മന്ത്രി
അറിയണം. എന്താണ് അറിയേണ്ടത്? എന്താണ് 1992 തദ്ദേശ സ്വയംഭരണ കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് എന്താണ്? ആ ആക്ട് വഴി നിലവിൽ വന്നിരിക്കുന്ന പഞ്ചായത്തുകളുടെ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും സംബന്ധിച്ച് 11ാം പട്ടിക എന്തു പറയുന്നു? ഭേദഗതിയിലെ 11ാം പട്ടികയിലെ 243ാം അനുച്ഛേദം. ആ അനുച്ഛേദമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ എന്തൊക്കെ, അവകാശങ്ങൾ എന്തൊക്കെ എന്നൊക്കെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്നത്. അതൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി കണ്ടു ഇരിക്കണം, പഠിച്ചിരിക്കണം എന്നാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഞാൻ ഒരു ഹെഡ് മാസ്റ്ററുടെ റിട്ടയർമെന്റ് മീറ്റിങ്ങിന് പോയത്. ആ മീറ്റിങ്ങിൽ ഹെഡ് മാസ്റ്റർക്ക് 3 ഭാഷയിൽ MA ബിരുദമുണ്ട്. സംസ്കൃതത്തിൽ, മലയാളത്തിൽ, ഇംഗ്ലീഷിൽ. അപ്പം അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ അങ്ങനെ യാത്രയയപ്പ് സന്ദേശത്തിന്റെ ഭാഗമായിട്ട് പറയുകയാണ്. പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഒരു മന്ത്രിയാകണമെങ്കിൽ 8ാം ക്ലാസ്സും ഗുസ്തിയും മതി. പക്ഷേ ഇതാ നമ്മുടെ ടീച്ചർ, നമ്മുടെ ഹെഡ് മാസ്റ്റർ 3 ഭാഷകളിൽ MA ബിരുദം നേടിയിട്ടുള്ള ആളാണ്. മാത്രമല്ല അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് അങ്ങനെ വേറെ ഒരുപാട് ഗുണങ്ങൾ ചാർത്തി കൊടുത്തു. അപ്പൊ അതൊക്കെ നമ്മുടെ മന്ത്രിമാരൊന്ന് കേൾക്കുന്നത് നല്ലതാ. കാരണം ഈ തദ്ദേശ സ്വയംഭരണ അതിന്റെ മന്ത്രി ആ വകുപ്പിന്റെ അതെങ്ങനെ നിലവിൽ വന്നു, അവരുടെ അവകാശാധികാരങ്ങളൊക്കെ എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയണം. അങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു ചതി ഒരു പഞ്ചായത്തിനോട് ചെയ്യില്ല. അങ്ങനെ ഒരു ചതി ഒരു പഞ്ചായത്തിനോട് പറയുമ്പോൾ പഞ്ചായത്തിന്റെ 10 പവൻ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകുകയല്ല മന്ത്രി ചെയ്തത്. കുടിവെള്ളമാണ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. ആ കുടിവെള്ളം മോഷ്ടിച്ച് എവിടെ കൊണ്ടുപോകുന്നു? കുടിവെള്ളം മോഷ്ടിച്ച് മദ്യ കമ്പനിക്ക് മദ്യ ഉൽപാദനത്തിന് കൊടുക്കുകയാണ്. അങ്ങനെ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ. മലയാളികളെ മദ്യം കഴിച്ച് മദ്യത്തിൽ മുങ്ങി മയങ്ങി മരിച്ചു പോയിക്കൊള്ളട്ടെ എന്നുള്ള ഉദ്ദേശമാണോ മന്ത്രിക്കുള്ളത്? പക്ഷേ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. ഘട്ടം ഘട്ടമായി മദ്യനിരോധനം ഏർപ്പെടുത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിന്റെ നേരെ വിപരീത ദിശയിലാണ് നമ്മുടെ മന്ത്രിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും മുഖ്യമന്ത്രിയും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്നത് നമുക്ക് പക്ഷെ മറന്നു പോകാൻ പറ്റില്ല. കാരണം നാം ഈ ജീവിക്കുന്ന മലയാള മണ്ണില് നമ്മുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ ഇനിയും ജീവിക്കേണ്ടവരാണ്. അവര് മദ്യപരായി ജീവിക്കേണ്ടവരല്ല. അവർ മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കേണ്ടവരാണ്. അപ്പൊ മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു സൗകര്യം അതാണ് മലയാള മണ്ണിൽ ഉണ്ടാകേണ്ടത്. അപ്പൊ ഈ ബ്രൂവറിക്കെതിരെ തീർച്ചയായിട്ടും നാം നോക്കി നിൽക്കാതെ ശക്തമായ രീതിയിൽ പ്രതിരോധം ഏർപ്പെടുത്തേണ്ടതാണ്. അപ്പൊ എന്താണ് മന്ത്രി ഇതിനിവിടെ പറയുന്നത്? ഇതിപ്പോ സാരമൊന്നുമില്ല, ഓൺലൈനിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ, ഒരു 2 മാസം മുൻപാണെന്ന എൻ്റെ ഓർമ്മ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 1ാം സ്ഥാനത്ത്. അത് കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിക്കുമ്പോഴേക്കും എന്തൊരു ആശ്വാസമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ മുഖത്ത്. പക്ഷെ ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ല എന്നുള്ളത് കേന്ദ്രത്തിന് പറഞ്ഞു കൊടുക്കണം, സംസ്ഥാന ഗവൺമെന്റിനും പറഞ്ഞു കൊടുക്കണം. അതാണല്ലോ ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്ത് എത്തി എന്ന് പറയേണ്ടത്? ഏകജാലക സംവിധാനത്തിലൂടെ ആപ്ലിക്കേഷൻ കൊടുത്താൽ ഉടനെ തന്നെ അനുമതി, ഒരു വ്യവസായം തുടങ്ങാനുള്ള അനുമതി. ഇങ്ങനെയാണ് ബ്രൂവറിക്ക് അനുവാദം കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ വ്യവസായം തുടങ്ങി 3 വർഷത്തിനകം രജിസ്ട്രേഷൻ എടുത്താൽ മതി അത്രേ. ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? കാരണം അതിന് പരിസ്ഥിതി പഠനം വേണം. അതായത് ആ നിയമം അവിടെ നിന്നോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു പഠനം കൊണ്ടുവരുന്ന, അതായത് ഈ ബ്രൂവറി ഇവിടെ വരാൻ പോകുന്ന ബ്രൂവറിക്കാര് നേരത്തെ തന്നെ അവരുടെ സഹകരണത്തോടു കൂടിയോ അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കോ എങ്ങനെയാണെങ്കിലും പരിസ്ഥിതിയെ ആഘാതപ്പെടുത്തുമോ, ഇവിടുത്തെ ജല ലഭ്യതയെ അത് സ്വാധീനിക്കുമോ, ഇത്തരം കാര്യങ്ങളെ പറ്റി എല്ലാം പഠനം നടത്തണം. എന്നിട്ട് ആ റിപ്പോർട്ടുകളെല്ലാം കൊണ്ടാണ് പഞ്ചായത്തിന് മുൻപിലോ ഗവൺമെന്റിന് മുൻപിലോ ഒക്കെ ഏകജാലക സംവിധാനത്തിന് വേണ്ടി ആപ്ലിക്കേഷനുമായിട്ട് വരേണ്ടത്. അതായത് 3 വർഷം കഴിഞ്ഞ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ആ എല്ലാ സർട്ടിഫിക്കറ്റും, അതായത് ഇങ്ങനെയുള്ള പരിസ്ഥിതി പഠനം പോലെ അത്യാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊണ്ടുവേണം ഏകജാലക സംവിധാനത്തിലൂടെ പെർമിഷൻ മേടിക്കാനായിട്ട് വരാൻ. അല്ലാതെ ഒരു കമ്പനി വന്ന് തുടങ്ങി ഒരുപാട് മുതൽ മുടക്കി എല്ലാം കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോൾ പഞ്ചായത്ത് പറയുക, ഇവിടെ ഞങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന പദ്ധതിയാണ്, ഈ പദ്ധതി ഇവിടെ നടത്തില്ല, കൊണ്ടുപോടോ എന്ന് പറയാൻ പറ്റുമോ? അപ്പോഴേക്കും അവർ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടത്തി കഴിഞ്ഞു. അപ്പൊ എന്താണ് ഏകജാലക സംവിധാനത്തിന്റെ പാളിച്ച
എന്ന് നമുക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് അത്യാവശ്യം നടത്തേണ്ട എല്ലാ പഠനങ്ങളും നടത്തിയിട്ട് വേണം രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിക്കുന്ന ഏകജാലക സംവിധാനത്തിലൂടെ. അങ്ങനെ അതെല്ലാം കണ്ടു ബോധ്യപ്പെട്ടിട്ടാണ് ഏകജാലക സംവിധാനത്തിലുള്ള ലെറ്റ് ദം വർക്ക്, അവർ വർക്ക് തുടങ്ങിക്കോട്ടെ, അവർ കമ്പനി തുടങ്ങിക്കോട്ടെ എന്ന് ഒരു ഗവൺമെന്റിന് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ തുടങ്ങി സാവകാശമായിട്ട് അതിന്റെ മറ്റെല്ലാ ഡീറ്റെയിൽസുമായിട്ട് 3 വർഷം കൊണ്ട് അതൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിയുമ്പോഴേക്കും അതിന്റെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങൾ. അതായത് പണ്ട് അത് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ എനിക്ക് ചിരി വരികയാണ്. ഞാൻ MA-ക്കൊക്കെ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. 248 ദിവസമൊക്കെ വേണമായിരുന്നു ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്. അതായത് 3-4 ദിവസമല്ല, 248, ഒരു വർഷത്തിലേറെ. ഒരു വർഷമല്ല, പല കമ്പനികളും പല വർഷങ്ങളെടുത്ത് അവസാനം നടക്കാതെ പോയിട്ടുണ്ട് രജിസ്ട്രേഷൻ കിട്ടാതെ. 248 ദിവസമായിരുന്നു മിനിമം ഒരു കമ്പനിക്ക് രജിസ്ട്രേഷന് വേണ്ടിയിരുന്നത് 1990-കൾക്ക് മുൻപ്. അപ്പോഴാണ് നമ്മൾ 90-ല് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, LPG കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ താമസം വന്നിരുന്നു ഒരു ഘട്ടത്തില്. അത് തീർച്ചയായിട്ടും നമ്മുടെ വ്യവസായവൽക്കരണത്തെ കൊന്നുകളയും. അതുകൊണ്ടാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് 1991 കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ ഒരു വലിയ കാലതാമസത്തിൽ നിന്ന് മാറി നമ്മൾ പെട്ടെന്ന് വ്യവസായവൽക്കരണം ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നു എന്ന് കരുതി അത്യാവശ്യം നടത്തേണ്ട പഠനങ്ങൾ ഒന്നും നടത്താതെ തന്നെ വ്യവസായം ഏത് അണ്ടനും അടകോടനും കൊണ്ടുവന്ന് തുടങ്ങാം എന്ന തീരുമാനം, ആ തീരുമാനത്തിന് എന്ത് ബാലിശമായ പേരിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ഇതിനെതിരെ ഈ കമ്പനി, കൊക്കക്കോള കമ്പനിക്കെതിരെ പാലക്കാട്ടുകാരും പെരുമാട്ടിക്കാരും മറ്റു പരിസ്ഥിതി പ്രവർത്തകരും എങ്ങനെ പ്രവർത്തിച്ചുവോ അതുപോലെ തന്നെ പ്രവർത്തിച്ച് ഈ കമ്പനി തുടങ്ങാതിരിക്കാനും അവർ കാരണമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി, എക്സൈസ് മന്ത്രി, അദ്ദേഹം പാലക്കാട്ടുകാരനാണെന്നുള്ളതാണ് അതിനേക്കാളേറെ സങ്കടകരമായ കാര്യം. പാലക്കാട്ടുകാരന് പാലക്കാടിൻ്റെ ആവശ്യങ്ങളും പാലക്കാടിൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും മനസ്സിലാവുകയില്ലേ എന്നാണ് നമ്മൾ അറിയാതെ ചോദിച്ചു പോകുന്നത്. പ്ലാച്ചിമട അദ്ദേഹം തന്നെ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എന്താ പറയുന്നത്, 3 വർഷം കൊണ്ട് രജിസ്ട്രേഷൻ എടുത്താൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അദ്ദേഹം, അതായത് വാട്ടർ അതോറിറ്റിയോട് തന്നെ ഇവർക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബ്രൂവറി തുടങ്ങുന്നു, പാലക്കാട് എലപ്പുള്ളിയിൽ ഒരു ബ്രൂവറി തുടങ്ങുന്നു, എന്തിനു വേണ്ടിയാണ് പറഞ്ഞത്? അത് പൊതുമേഖല എണ്ണ കമ്പനികൾക്ക് എത്തനോൾ കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങുന്നത്. അപ്പോൾ അത് വളരെ എസെൻഷ്യൽ ആണ്, അതുകൊണ്ട് തന്നെ വെള്ളം കൊടുത്തേ പറ്റൂ എന്ന രീതിയിൽ പിന്നെ വാട്ടർ അതോറിറ്റിയുടെ അടുത്ത് പറഞ്ഞ് ധരിപ്പിച്ചാണ് അവരുടെ അടുത്തു നിന്നുള്ള പെർമിഷൻ ഈ മന്ത്രി വാങ്ങിക്കുന്നത്. അപ്പൊ നമുക്ക് പാലക്കാട്ടുകാരെന്ത് പറയുന്നു, അല്ലെങ്കിൽ പാലക്കാടിന്റെ പരിസ്ഥിതി വെച്ച് അവിടുത്തെ ജല ആവശ്യങ്ങൾ വെച്ച് എന്താണ് ഈ മലമ്പുഴ ഡാമിന്റെ സംഭരണശേഷി? മലമ്പുഴയുടെ ഡാമിനെ ആശ്രയിച്ചാണ് പാലക്കാട്, തൃശ്ശൂര് മേഖലകളിലൊക്കെ കൃഷി നിലകൊള്ളുന്നത്. അപ്പൊ പാലക്കാട് പ്രത്യേകിച്ചും മലമ്പുഴ ഡാമിന്റെ സംഭരണശേഷി എത്രയുണ്ടെന്നൊന്ന് നോക്കാം. 226 ദശലക്ഷം ഘനമീറ്റർ ജലമാണ് മലമ്പുഴ ഡാമിന്റെ സംഭരണശേഷി. അപ്പോ ഇനി ഒരു മാസം ശുദ്ധജല വിതരണത്തിനായിട്ട് എത്ര ഘനമീറ്റർ ജലം ആവശ്യമുണ്ട്? 3 ദശലക്ഷം ഘനമീറ്റർ ജലമാണ് ശുദ്ധജല വിതരണത്തിനായിട്ട് ആവശ്യമുള്ളത്. അതായത് ഒരു മാസം ആവശ്യമുള്ളത്. അതായത് പ്രതിദിനം 70-75 ദശലക്ഷം ലിറ്റർ വെള്ളം. വേനൽ കടുക്കുന്ന മാസങ്ങളിൽ ഭാരതപ്പുഴയിലെ ശുദ്ധജല ലഭ്യത ഉറപ്പാക്കാൻ 10 മുതൽ 12 ദശലക്ഷം ഘനമീറ്റർ വരെ വെള്ളം കരുതി വെക്കണം. വർഷകാലത്തില് കരുതി വെക്കണം വേനൽക്കാലത്തേക്ക് വേണ്ടി. അതുപോലെ അപ്പൊ ഇത് കുടിക്കാനുള്ള വെള്ളമാണ് ഈ പറഞ്ഞത്. ഒരു ദിവസം 70-75 ദശലക്ഷം ലിറ്റർ വെള്ളം വേണമെന്ന് പറയുന്നത് കുടിക്കാനുള്ള ആവശ്യത്തിനാണ്. ഇനി 18,000 മുതൽ 20,000 ഹെക്ടർ സ്ഥലത്തെ 2ാം വിളയ്ക്ക് ആവശ്യമായ ജലവും ഇതേ ഡാമിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഇവിടുത്തെ ജലത്തിന്റെ ആവശ്യം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കുക. അതായത് കേരളത്തിന്റെ നെല്ലറയാണ് പാലക്കാട് എന്ന് ഓർക്കണം. കേരളത്തെ പറ്റി പറയുമ്പോൾ നാം ഓർക്കേണ്ടത്, ഇന്ത്യയിൽ ആകെ ഒരു വരൾച്ച വന്നാല് കേരളീയര്, മലയാളികൾ പട്ടിണി കിടന്ന് മരിക്കത്തേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു വരൾച്ച വന്നാല് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം
ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴിയായിട്ട് നമ്മുടെ റേഷൻ സമ്പ്രദായം അനുസരിച്ചൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ അകമ്പടിയോടുകൂടി നമുക്ക് ദക്ഷിണേന്ത്യയിലോ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലോ എവിടെയെങ്കിലും അരിയോ നെല്ലോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കിട്ടും. പക്ഷേ ഇന്ത്യയെ മുഴുവനും ബാധിക്കുന്ന ഒരു വരൾച്ചയോ മറ്റോ ഉണ്ടായാൽ കേരളത്തിന്റെ സ്ഥിതി മറിച്ചായി പോകും. അപ്പോൾ ഉദാഹരണത്തിന് അങ്ങനെ ഞാൻ പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? 1975 8.75 ലക്ഷം ഹെക്ടർ 8.75 ലക്ഷം ഹെക്ടർ ഭൂമിയിൽ നെല്ല് കൃഷി ചെയ്തിരുന്ന കേരളത്തിൽ ഇപ്പോ 2 ലക്ഷം ഹെക്ടറിൽ താഴെയാണ് നെൽകൃഷിയുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നെൽകൃഷിയുള്ള മേഖലയാണ് പാലക്കാട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അന്ന് ഈ 8.45 ലക്ഷം ഹെക്ടറിൽ നെല്ല് കൃഷി ചെയ്തിരുന്നപ്പോൾ നമ്മുടെ ആവശ്യത്തിന്റെ 40-45% അരി ഇവിടെ ഉൽപ്പാദിപ്പിക്കുമായിരുന്നു. ഇപ്പോഴോ നമുക്ക് ആവശ്യമുള്ളതിന്റെ 15% താഴെ അരിയെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാറുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മുടെ ചില മന്ത്രിമാരൊക്കെ പറയുന്നത്, അയ്യോ ഇവിടെ നെല്ലെന്തിനാ ഉൽപ്പാദിപ്പിക്കുന്നത്, തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഇല്ലേ, അവിടുന്ന് കിട്ടില്ലേ എന്ന് ഒക്കെ ചോദിക്കുന്ന വിഡ്ഢിത്തരങ്ങള്. അപ്പൊ ഞാൻ വീണ്ടും ഓർക്കുകയാണ് 8ാം ക്ലാസ്സും ഗുസ്തിയും ഉണ്ടെങ്കിൽ മന്ത്രിയാകാം എന്ന് പറഞ്ഞ ആ മഹാരഥന്റെ പ്രസംഗത്തിലെ വാക്കുകൾ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ നെല്ലറയായ പാലക്കാടിനെ, അവിടുത്തെ കൃഷിയെ, 2ാം വിളയെ സഹായിക്കുന്ന എന്ന് പറയേണ്ട, നിലനിർത്തുന്നത് തന്നെ ഇങ്ങനെ ഈ 18,000 മുതൽ 20,000 ഹെക്ടർ എന്ന് ഓർക്കണം ഭൂമിയിലെ കൃഷി 2ാം വിളയ്ക്കുള്ള വെള്ളം കൊടുക്കുന്നതാണ് ഈ പറയപ്പെട്ട മലമ്പുഴ ഡാമിൽ. അപ്പൊ അതിൻ്റെ അകത്തെ വെള്ളം എന്ന് പറയുന്നത് നാം അതിവിശിഷ്ടമായിട്ട് കരുതലോടെ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ആ ജലമാണ് ബ്രൂവറിക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത് എന്ന് പറയുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുക. അതായത് കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ കിൻഫ്ര പാർക്കില് 12.5 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള പ്ലാന്റ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് 12.5, അതായത് കിൻഫ്ര പാർക്കിൽ നിന്നാണ് ഇവർക്ക് ജലം കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ വാട്ടർ ഹാർവസ്റ്റിംഗ് നടത്തും. അതായത് ഈ ബ്രൂവറി വാട്ടർ ഹാർവസ്റ്റിംഗ് നടത്തും, പിന്നെ കിൻഫ്ര പാർക്കിൽ നിന്ന് വെള്ളം കൊടുക്കും എന്നൊക്കെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മൊഴിയുന്നത്. അപ്പോൾ ഈ കിൻഫ്ര പാർക്കിലെ വെള്ളം എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതാണ്? മലമ്പുഴ ഡാമിൽ നിന്ന് തന്നെ വരുന്നതാണ്. മലമ്പുഴ ഡാമിലെ വെള്ളത്തിന്റെ ആവശ്യം ഈ ബ്രൂവറിക്ക് ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, കഴിഞ്ഞ കേന്ദ്ര ബജറ്റില് നമുക്ക് വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് സിറ്റി, എങ്ങനെയാണ് ഒരു സ്മാർട്ട് സിറ്റി പറഞ്ഞിരിക്കുന്നത്? അതായത് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, പാലക്കാട് വഴി കോയമ്പത്തൂർ വഴി പോകുന്ന കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി. അപ്പോൾ ഒരു വ്യവസായ ഇടനാഴി, ഒരു സ്മാർട്ട് വ്യവസായ സിറ്റിയായി പാലക്കാടിനെ മാറ്റാമെന്ന് ബജറ്റിൽ പറയുന്നുണ്ട്. അതിനു വേണ്ട സഹായം കേന്ദ്ര ഗവൺമെന്റ് തരും, സംസ്ഥാന ഗവൺമെന്റും എടുക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ നമ്മുടെ IIT അതുപോലെ ആ സ്മാർട്ട് വ്യവസായ സിറ്റി ആയിട്ട് മാറുമ്പോഴേക്ക് വരുന്ന മറ്റു പുതിയ പുതിയ വ്യവസായങ്ങളുടെയും മറ്റും ആവശ്യത്തിന് വേണ്ട ജലം ഇതെല്ലാം കൊടുക്കേണ്ടതാണ് ഈ മലമ്പുഴ ഡാമിൽ നിന്ന് തന്നെ. അപ്പോൾ ഒരു വ്യവസായ നഗരമായി പാലക്കാട് മാറി വരുമ്പോഴേക്ക് അവിടെ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം ബ്രൂവറിയാണോ? അത് നമ്മൾ ആലോചിക്കണം. നമുക്കതിനേക്കാൾ പ്രധാനപ്പെട്ട വ്യവസായങ്ങളൊന്നും ആവശ്യമില്ലേ? വരാനുള്ള സാധ്യതയില്ലേ? ഈ ഭൂമി ബ്രൂവറിക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ 40 ഏക്കർ ഭൂമി ബ്രൂവറിക്ക് വേണ്ടി കൈമാറാൻ പറ്റുമെന്ന് ഭൂമി വളരെ സ്കേഴ്സ് ആയിട്ടുള്ള കേരളത്തിലാണ് ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട പ്രധാനപ്പെട്ട ഇത് നമ്മളെ സംബന്ധിച്ച് എത്തനോൾ ഉൽപാദനം ഉണ്ടാകുമായിരിക്കാം, അത് നല്ലതുമാണ്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ മദ്യോൽപാദനം തീർത്തും അനാവശ്യമാണ്. കാരണം മരച്ചീനിയിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു, അവസാനം അത് എവിടെ പോയി? അത് ഹാഫ് വേയിൽ നിർത്തേണ്ടി വന്നു, നഷ്ടമാണെന്ന് പറഞ്ഞ്. അതൊക്കെ പോകട്ടെ, കഴിഞ്ഞ വർഷം കേരളത്തിൽ സംഭവിച്ചത് എന്താണെന്നൊന്ന് ആലോചിച്ചാൽ മതി. ബജറ്റില് മദ്യത്തിന്റെ വില അങ്ങേയറ്റം ഉയർത്തി, മറ്റെല്ലാ സംസ്ഥാനത്തെക്കാളും മദ്യവില കേരളത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. അവസാനം എന്തു വേണ്ടി വന്നു? മദ്യം ഡിസ്കൗണ്ട് സെയിൽ നടത്തേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് പുതുതായിട്ടൊരു യൂണിറ്റ് കൊണ്ടുവന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അവരത് കയറ്റുമതി ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഒയാസിസ് പോയി ബ്രൂവറി തുടങ്ങിക്കോട്ടെ.
ജലലഭ്യത കുറവുള്ള എലപ്പുള്ളി പഞ്ചായത്തിൽ തന്നെ ഈ ബ്രൂവറി യൂണിറ്റ് തുടങ്ങണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? ആരോടോ വാശി തീർക്കുന്നത് പോലെ, ആരെയോ കുടിച്ച് കുളിപ്പിച്ചു കിടത്തുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ ജനങ്ങളെ മാറ്റണമെന്ന് ഗവൺമെന്റിന് നിർബന്ധമുള്ളതുപോലെയാണ് നമുക്കിത് കേൾക്കുമ്പോൾ തോന്നുക. ഇതുപോലെ തന്നെയാണ് പണ്ട് കൊക്കക്കോള കമ്പനി കേരളത്തിൽ വന്നത്. ജല അതോറിറ്റി വഴിയും ജലസംഭരണി വഴിയും ജലം എടുക്കുമെന്നാണ് ഇപ്പോൾ ഇവിടെ ഒയാസിസ് ബ്രൂവറി പറയുന്നത്. ഇതേ ആർഗ്യുമെന്റ് കൊണ്ട് തന്നെയാണ് പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിയും വന്നത്. അവര് ഇഷ്ടം പോലെ കുഴൽ കിണർ കുത്തി ഇഷ്ടം പോലെ ജലം സംഭരിച്ചു കൊക്കക്കോള കമ്പനി. അങ്ങനെയാണ് ജലദൗർലഭ്യം കൊണ്ട് പ്ലാച്ചിമടക്കാര്, പ്ലാച്ചിമടക്കാര് മാത്രമൊന്നും അല്ല, കേരളം മുഴുവൻ ഉണ്ടായിരുന്നു പ്ലാച്ചിമടയുടെ ഒപ്പം അവരെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാനായിട്ട്. ആ അനുഭവമൊക്കെ കിടക്കെയാണ് ഒയാസിസ് വീണ്ടും ഇങ്ങോട്ട് വരുന്നത്. കാരണം അവർക്കറിയാം ഈ പറയപ്പെട്ട സമരങ്ങളെയൊക്കെ അതിജീവിക്കത്തക്ക രീതിയിൽ ആരോരും അറിയാതെ വെള്ളം എങ്ങനെ സംഭരിക്കണം, എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ, എങ്ങനെ ലാഭം കൊയ്യണം എന്നൊക്കെ ഇവർ തമ്മിൽ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. ആ അഡ്ജസ്റ്റ്മെന്റിന്റെ ബേസിസിലാണ് ഈ ഒരു കമ്പനി ഇവിടുത്തെ വെള്ളത്തിന്റെ രൂക്ഷമായ പ്രശ്നങ്ങളൊക്കെ അവർ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം ഒരു വ്യവസായി വരുമ്പോൾ ആ വ്യവസായത്തിന്റെ എല്ലാ ഉള്ളുകള്ളികളും മനസ്സിലാക്കിയിട്ട് ഒരു സ്ഥലത്ത്, അതായത് ബുദ്ധിമാനായ വ്യവസായി തുടങ്ങാൻ വരുള്ളൂ. അപ്പം ഇവിടുത്തെ ഈ സാധ്യതകളും ഈ ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വരാനിരിക്കുന്ന ആ ഇടനാഴി, അതുപോലെ വളരാനിരിക്കുന്ന ഒരു പാലക്കാട് എന്ന നഗരം, അതിനെയൊക്കെ ചുറ്റിപ്പറ്റി ഏതൊക്കെ തരത്തിൽ ലാഭം കൊയ്യാം എന്നൊക്കെ മനസ്സിലാക്കി ഒക്കെയാണ് ഇങ്ങനെ ഒരു ഇതുമായിട്ടും മുൻപോട്ട് വന്നിരിക്കുന്നത്, ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് മുൻപോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ പാലക്കാടെ പ്രിയപ്പെട്ട ജനങ്ങളെ ഒരു കാരണവശാലും ഈ കമ്പനിക്ക് കുട പിടിച്ചു കൊടുക്കരുത്. പഞ്ചായത്തിന്റെ കൂടെ സകല ജനങ്ങളും, അതായത് നിങ്ങൾ ജാതി ഏത് രാഷ്ട്രീയമേത് എന്നൊന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് ഈ ബ്രൂവറി ബിസിനസ്സിനെ തകർക്കണം. ആ തകർക്കലിന്റെ കൂടെ കേരളത്തിലെ സദ്ബുദ്ധിയുള്ള സകല മനുഷ്യരും നിങ്ങളോടൊപ്പം, നിങ്ങളോട് കൈകോർത്ത് കൂടെ നിൽക്കുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്.